ആരോഗ്യം ബിസിനസ് ആകുന്ന ഒരു കാലം. വൈദ്യശാസ്ത്രം ജീവൻ രക്ഷിക്കാനുള്ളതോ അതോ കാശുണ്ടാക്കാനുള്ളതോ? ഫാർമസ്യൂട്ടിക്കൽ കമ്പനി മരുന്ന് മാത്രമല്ല വിൽക്കുന്നത്, ഭയം വിൽക്കുന്നവരാണ്. രോഗങ്ങൾ കൂടുന്നോറും ലാഭം കൂടും. അതാണ് ചില ചികിത്സകൾ ഒരിക്കലും തീരാത്തത്. ചില ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ മരുന്നുകളും ടെസ്റ്റുകളും നിങ്ങൾക്ക് ആവശ്യമാണ്, നിങ്ങളുടെ അസുഖം ഭേദമാക്കാനാണെന്ന് നിങ്ങൾ കരുതണ്ട. അവർക്ക് നിശ്ചിതമായ ടാർഗറ്റുകളും കമ്മീഷനുകളും. അതിനുവേണ്ടി പല ടെസ്റ്റുകൾക്കും പല രോഗങ്ങൾക്കും അവർ നമ്മെ നിർബന്ധിതരാക്കും. കോവിഡ് വാക്സിനും ബിസിനസ്സും. കോവിഡ് കാലത്ത് കോടിക്കണക്കിന് പേരാണ് കോവിഡ് വാക്സിൻ ഉപയോഗിച്ചത്. എന്നാൽ ഇപ്പോൾ പുതിയ പഠനങ്ങൾ പ്രകാരം അത് ദീർഘകാലം ശരീരത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് പുറത്തു വന്നു. എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യമാണ്, ഈ കോവിഡ് വാക്സിൻ കോർപ്പറേറ്റുകൾക്ക് കോടികൾ സമ്പാദിക്കാനുള്ളതോ അതോ ആരോഗ്യ സംരക്ഷണം? മരുന്ന് എന്നത് മരണമാകുമ്പോൾ WHO കണക്ക് പ്രകാരം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അത്യന്തികം മരുന്ന് ഉപയോഗിച്ചതിനാൽ മരണപ്പെടുന്നത്. രോഗം സുഖപ്പെടുവാൻ വേണ്ടി കഴിക്കുന്ന മരുന്ന് തന്നെയാണ് നമ്മുടെ മരണത്തിന് കാരണമാകുന്നത്. മെഡിസിൻ ക്യാൻ സേവ് ലൈവ്സ് ഓർ ടേക്ക് ദം, ബട്ട് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബിസിനസ്മാൻ ഇറ്റ് ടേൺസ് ഇൻടു എ വെപ്പൺ ഓഫ് പ്രോഫിറ്റ്, വൺ ദാറ്റ് മൈറ്റ് കോസ്റ്റ് യുവർ ഓൺ ലൈഫ്. മരുന്ന് ജീവൻ രക്ഷിക്കാനുമാണ്, അതേപോലെ നശിപ്പിക്കാനുള്ളതുമാണ്. പക്ഷേ അതൊരു ബിസിനസ്സുകാരന് മുന്നിൽ അത് ലാഭത്തിനായുള്ള ഒരു ആയുധമാകും. അത് നമ്മളെ നശിപ്പിച്ചേക്കാം. അതുകൊണ്ട് സൂക്ഷിച്ച് മരുന്ന് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങളുടെ മരണത്തിന്റെ വിത്തായിരിക്കും. ഇറ്റ്സ് മീ മുഹമ്മദ് ഫലാ സൈനിങ് ഓഫ്. ബൈ ബൈ.